കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് മൂകാംബിക അമ്മയെ തൊഴാൻ പോയി. അല്ലാതെ അമ്മ വിളിക്കുമ്പോൾ റെസ്റ്റ് എടുത്ത് കിടക്കാൻ പറ്റുമോ? ആദ്യം ദേവിക്ക് പോവും, പിന്നെ നേരെ ക്യൂവിലേക്ക്. അത് വെറും ക്യൂ അല്ല കേട്ടോ, റെസ്റ്റ് എടുത്ത് കൂടിപ്പോയെന്നൊരു ഡൗട്ട് അപ്പം തോന്നി. ഡൗട്ടെല്ലാം ലേറ്റായി. പക്ഷെ ഒടുവിൽ അമ്മയെ കണ്ടപ്പോൾ അത് വെറുത്തായി തോന്നി. ദർശനം കഴിഞ്ഞ് വയറ് പറഞ്ഞു തുടങ്ങി. അമ്മയെ കണ്ടു, ഇനി ഇച്ചിരി ഫുഡാവാം. അങ്ങനെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് അതും കഴിച്ചു. അതിനുശേഷം റൂമിൽ വന്ന് പിന്നെയും റെസ്റ്റ് എടുത്തു. സത്യം പറഞ്ഞാൽ റെസ്റ്റ് എടുത്തത് കൊണ്ടാട്ടോ വീഡിയോ എടുക്കാതിരുന്നത്. വീണ്ടും എനർജി കിട്ടിയപ്പോൾ വീണ്ടും അമ്പലത്തിലേക്ക്. അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മയുടെ ആഹാരം കഴിക്കാതെ പോകാവോ? അന്നദാനത്തിനും ക്യൂ ഉണ്ടായിരുന്നു. ഇന്ന് ഫുൾ ക്യൂ ട്രെയിനിങ് ആയിരുന്നു. എങ്കിലും അതൊക്കെ കഴിഞ്ഞ് അമ്മയുടെ പ്രസാദം കഴിച്ചു. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ മാക്കം അടിച്ചു വിട്ടു. അങ്ങനെ അമ്പലപ്പറമ്പ് കുറച്ച് നേരം അലഞ്ഞു തിരിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ വന്നു. ഞാനും കൂടും അവൻ്റെ ക്ലേ എടുത്ത് കുറേ കളിച്ചു. പിന്നെ അവൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും എപ്പോഴും കളിക്കുന്ന അവന് ഇഷ്ടം കേട്ടോ. അത് ഞാൻ മുതലാക്കി അവനെ പഠിച്ച് കുറേ എന്തൊക്കെയോ ഉണ്ടാക്കി. എന്നിട്ട് അവൻ്റെ മുമ്പിൽ ആളാവാൻ. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ വിജയം. യൂട്യൂബ് മാമിന് നന്ദി. കാരണം യൂട്യൂബിൽ നോക്കി സിമ്പിൾ മെത്തേഡായിട്ട് ഉണ്ടാക്കിയതാണത്. അപ്പോൾ ഇനി അടുത്ത മൂകാംബിക വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. ആരും മിസ്സാക്കല്ലേ. ഓക്കെ, ബൈ.